നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മർമ്മപ്രധാനമായ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി തികച്ചും ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റാൻ ഇടതുപക്ഷം തയ്യാറായി. വലിയൊരു ശക്തിയാണ്, നിസ്സാരമായിട്ടുള്ള ശക്തിയല്ല. ലോകത്തിൽ ഇതുപോലുള്ള ഒരു ഭരണകൂടം, ആ ഭരണകൂടമാകട്ടെ നിലനിൽപ്പിന് വേണ്ടി എങ്ങനെയാണ് കോർപ്പറേറ്റ് പണവും വർഗീയ ശക്തികളെയും ഉപയോഗിക്കുന്നത്, ഇത്രയും ഭീകരമായ ബീഭത്സമായ വൃത്തികെട്ടൊരു മുഖമുള്ള ഒരു ഗവൺമെൻറ്റും ലോകത്തിലെവിടെയും ഇല്ല. രണ്ടാമത്തെ പ്രശ്നം നമ്മളില്ലാതാക്കുക എന്നുള്ളതാണ്. അത് ചില്ലറ കാര്യമല്ല, പല സ്ഥലത്തും ഞാൻ പറയുന്നതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു ഔപചാരിക ചിഹ്നമുണ്ട്, അരിവാൾ ചുറ്റുക നക്ഷത്രം അല്ലെങ്കിൽ അരിവാൾ ചെങ്കത്. അത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു നിശ്ചിത ശതമാനം വോട്ട് അല്ലെങ്കിൽ ഒരു നിശ്ചിത ശതമാനം MP-മാരുണ്ടാകണം. അതില്ലെങ്കിലോ സ്വതന്ത്ര പാർട്ടിയുടെ ശാത്യശയുണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ പല സ്ഥലത്തും പറയാറുള്ളതാണ്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് മര്യാദക്കുള്ള ചിഹ്നമൊക്കെ അവർ വീതിച്ചെടുത്തല്ലോ, ഇല മുതൽ സൈക്കിൾ വരെയുള്ളത്. നമുക്ക് തരിക ഈനാം പേച്ചു, അല്ലെങ്കിൽ എലിപ്പെട്ടി, അല്ലെങ്കിൽ തേള്, അല്ലെങ്കിൽ ഒക്ടോപ്പസ്. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു പരിഹാസം തോന്നില്ലേ? അംഗീകാരം നഷ്ടപ്പെട്ട ഈ ചിഹ്നം ഉണ്ടാവുക. അപ്പോൾ ഞാനും പറയേണ്ടി വരും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ സ്ഥാനാർത്ഥിക്ക് ഒക്ടോപ്പസിൻ്റെ ചിഹ്നത്തിൽ, അല്ലെങ്കിൽ എലിപ്പെട്ടിയുടെ ചിഹ്നത്തിൽ, അല്ലെങ്കിൽ ഈനാമ്പേച്ചിയുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുക. ഈ പതനത്തിലേക്ക് നമ്മൾ എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അതെത്താൻ പാടില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചേ പറ്റൂ. ആ പ്രസ്ഥാനത്തിൻ്റെ ഐഡൻറ്റിറ്റി റെക്കഗ്നീഷൻ സംരക്ഷിച്ചേ പറ്റൂ, അവരുടെ ചിഹ്നം സംരക്ഷിച്ചേ പറ്റൂ. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത. വിശദീകരിക്കുമ്പോൾ കുറേ കഥകൾ പറയാറുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം, അവസാനത്തെ കാര്യം, രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി മറ്റൊരു ഗവൺമെൻറ് വീണ്ടും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് നല്ല മുൻതൂക്കം ഉണ്ടാകും. അവരുടെ മുമ്പിലുള്ള നമ്പർ 1 ശത്രു ബദൽ നയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കമ്മ്യൂണൽ കോർപ്പറേറ്റ് ശക്തികൾക്കെതിരായി ഒരു ബദൽ ശക്തി ഉയർത്തുന്ന ഏക ഗവൺമെൻറ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ ഇല്ലാതാക്കാൻ ഒറ്റ വഴി ഉപയോഗിച്ചാലാണ് അവർക്ക് സാധിക്കുക, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക. സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അർഹതപ്പെട്ട സമ്പത്ത് കൊടുത്താൽ, പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും നടത്തും. അതിൻ്റെ കൂടെ ജനങ്ങളങ്ങ് പോകും. അത് കൊടുക്കാതെ തടയുക.